അതിനുശേഷം എമ്മാനുവൽ നോബൽ ആൽഫ്രഡിനെ പാരീസിൽ പഠിക്കാൻ വിട്ടു. സൊർബേറോ എന്നൊരു ഇറ്റാലിയൻ കെമിസ്റ്റിന്റെ അടുത്താണ് ആൽഫ്രഡ് വന്നെത്തിയത്. അദ്ദേഹം ബ്ലഡ് ഫ്ലോ കൂട്ടാനുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നതിന്റെ ഇടയിൽ യാദൃശ്ചികമായിട്ട് കണ്ടെത്തിയതാണ് നൈട്രോഗ്ലിസറിൻ. നൈട്രോഗ്ലിസറിൻ വാസ് എ ലിക്വിഡ്. ഇതിന് പെട്ടെന്ന് ഒരു ഇമ്പാക്ട് ഉണ്ടായാൽ പൊട്ടിത്തെറിക്കും. അതായിരുന്നു ഇതിന്റെ പ്രത്യേകത. അങ്ങനെ പാരീസിലെ പഠനത്തിനൊക്കെ ശേഷം ആൽഫ്രഡ് തിരിച്ച് റഷ്യയിൽ വന്നെത്തിയപ്പോൾ ചെയ്തു തുടങ്ങുന്ന എക്സ്പെരിമെന്റ് തന്നെ നൈട്രോഗ്ലിസറിനെ എങ്ങനെ ടൈം ചെയ്തെടുക്കാമെന്നായിരുന്നു. അങ്ങനെ അതിനു വേണ്ടി നൈട്രോഗ്ലിസറിനെ കൈസൽഗർ എന്തുകൊണ്ടൊരു മെറ്റീരിയലുമായി മിക്സ് ചെയ്ത് ക്ലേ പരുവത്തിലാക്കി ട്യൂബിന്റെ അകത്ത് നിറച്ച് ഒരു തിരി കൂടി കൊടുത്തു. അങ്ങനെയാണ് ആൽഫ്രഡ് നോബൽ ഡൈനാമൈറ്റ് കണ്ടെത്തുന്നത്. ഡൈനാമൈറ്റിന്റെ കണ്ടെത്തലിലൂടെ അക്കാലങ്ങളുടെ മൈനിങ്ങിലും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിലും വലിയൊരു ബൂമായിരുന്നു ഉണ്ടായത്. കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നീങ്ങി തുടങ്ങി. അത് മാത്രമല്ല, യുദ്ധങ്ങളിലും ഇത് യൂസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ കുറെ ആൾക്കാരുടെ ജീവനും ഡൈനാമൈറ്റ് എടുത്തിട്ടുണ്ട്. ഈ കാരണത്താലാണ് ദ മെർച്ചന്റ് ഓഫ് ഡെത്ത് ഈസ് ഡെഡ് എന്ന് പറഞ്ഞ് ആൽഫ്രഡിനെ പത്രത്തിൽ വിശേഷിപ്പിച്ചത്. ഇതിനൊക്കെ ഒരു തിരുത്തൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് 94% സമ്പാദ്യവും മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള കണ്ടുപിടിക്കുന്നവർക്ക് വേണ്ടി നൽകാൻ അദ്ദേഹം വിൽപത്രം തയ്യാറാക്കിയത്. അങ്ങനെയാണ് നോബൽ പ്രൈസ് ഉണ്ടാവുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് നോബൽ പ്രൈസും ഡൈനാമൈറ്റും തമ്മിലുള്ള ബന്ധം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ.